മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാനാവാത്ത ഒരു മഹാപ്രഹേളികയാണ് പ്രപഞ്ചം. വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനോ ചിന്തകൾ കൊണ്ട് എത്തിപ്പിടിക്കുവാനോ ആവാത്ത ഒരു മഹാശൂന്യതയിൽ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം. അവിടെ ആദിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെളിച്ചവും ഇരുട്ടും, കാലവും സമയവും, വായുവും പദാർത്ഥങ്ങളും, സ്ഥലവും ജീവജാലങ്ങളും, ഒന്നുമില്ലാത്ത ഒരു മഹാശൂന്യത. ആ വലിയ ശൂന്യത നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവുമോ? ഈ മഹാശൂന്യതയിൽ അനാദികാലത്ത് എങ്ങോ നടന്ന ഒരു ഭീമമായ സ്ഫോടനം. ആ നിമിഷത്തിൽ മഹാപ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയുണ്ടായ പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിൽ ചിന്തിക്കാനാവുമോ? നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ദൃശ്യപ്രപഞ്ചത്തിനപ്പുറത്ത് എന്താണ്? അറിയില്ല. പ്രപഞ്ചത്തിന് അവസാനമുണ്ടാകുമോ? അറിയില്ല. ദൃശ്യപ്രപഞ്ചമല്ലാതെ നമുക്ക് ദൃശ്യമാകാത്ത പ്രപഞ്ചഭാഗങ്ങളുണ്ടോ? അറിയില്ല. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? അറിയില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നമ്മൾ മനുഷ്യരെ പോലെ വികാസം പ്രാപിച്ച ജീവജാലങ്ങളുണ്ടോ? അറിയില്ല. ഭൂമി, സൂര്യൻ, സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ക്ഷീരപഥങ്ങൾ എല്ലാം കടന്ന് പ്രപഞ്ചത്തിൻ്റെ മഹാസീമകളിലെത്തിയപ്പോൾ അവിടെ അറിഞ്ഞതൊക്കെയും ശാസ്ത്രം അന്നുവരെ സ്വപ്നം കാണാത്ത അത്ഭുതങ്ങളായിരുന്നു. അത്ഭുതം അവിടെയും അവസാനിക്കുന്നില്ല. പ്രപഞ്ചത്തിലെ ദ്രവ്യസമ്പത്തിൻ്റെ 3/4 പങ്കും ഇന്നും എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത ഇരുണ്ട വസ്തുക്കളാണ്. ഇനിയും കണ്ടുപിടിക്കാനാവാത്ത ധാരാളം പദാർത്ഥങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിലുണ്ട്. ആക്സിയോണുകൾ, ന്യൂട്രീനോകൾ തുടങ്ങിയവ. ഒരു ഗാലക്സിയുടെ മൊത്തം മാസിൻ്റെ ഭൂരിഭാഗവും വരുന്ന ഈ അജ്ഞാത തമോഗണങ്ങൾ സെക്കൻഡിൽ 220 കിലോമീറ്റർ വേഗതയിൽ ഭ്രമണം ചെയ്യുന്നു. പ്രപഞ്ചത്തെ ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ഒരുതരം പശയാണ് ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യം എന്ന് ഒറ്റവാചകത്തിൽ പറയാം. ഈ നിഗൂഢ പദാർത്ഥം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും, എന്തിന് നമുക്ക് ചുറ്റും വരെയുണ്ട്. നമുക്ക് കാണുവാനോ അനുഭവിക്കുവാനോ സാധിക്കാത്ത ഇരുണ്ട ദ്രവ്യമാണ് പ്രപഞ്ചത്തിലെ മാസിൻ്റെ ഭൂരിഭാഗവും. ഈ ഡാർക്ക് മാറ്റർ എന്ന ഇരുണ്ട ദ്രവ്യം പ്രപഞ്ചത്തിൻ്റെ ഏകദേശം 27%. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദൃശ്യപ്രപഞ്ചം എന്നത് വെറും 5% മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കാണുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ഗാലക്സികൾ ഇവയെല്ലാം ചേർത്താലും പ്രപഞ്ചത്തിൻ്റെ വെറും 5% മാത്രമേ വരുന്നുള്ളൂ. ഗാലക്സികളുടെ മാസിൻ്റെ ഭൂരിഭാഗവും ഈ പറഞ്ഞ ഇരുണ്ട ദ്രവ്യമാണ്. നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്ന 5% വരുന്ന ദൃശ്യപ്രപഞ്ചവും നമുക്ക് കാണുവാനോ അനുഭവിക്കുവാനോ സാധ്യമാകാത്ത 27% വരുന്ന ഡാർക്ക് മാറ്റർ എന്ന ഇരുണ്ട ദ്രവ്യവും കഴിഞ്ഞ് ബാക്കി വരുന്നത് 68% വരുന്ന നമുക്ക് കാണുവാനോ അനുഭവിക്കുവാനോ സാധ്യമല്ലാത്ത ഡാർക്ക് എനർജി അല്ലെങ്കിൽ ഇരുണ്ട ഊർജമാണ്. പ്രപഞ്ചത്തിൽ ദൃശ്യമാകുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ഗാലക്സികൾ എന്നിവയെല്ലാം ചേർത്ത് നിർത്തുന്നത് ഈ ഇരുണ്ട ദ്രവ്യമാണ്. ഗാലക്സികളും നക്ഷത്രങ്ങളും മുതൽ നമ്മൾ കാണുന്ന മണൽത്തരി വരെ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഇരുണ്ട ദ്രവ്യം അദൃശ്യമാണെങ്കിലും അത് സ്ഥിതി ചെയ്യാൻ സ്ഥലമെടുക്കുകയും മാസ് നിലനിർത്തുകയും ചെയ്യുന്നു. കാണുവാനും അനുഭവിക്കുവാനും സാധിക്കാത്തത് കണ്ടെത്താൻ പ്രയാസമാണ്. ഇന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞർക്ക് ഇരുണ്ട ദ്രവ്യത്തെ പറ്റിയുള്ള കൂടുതൽ തെളിവുകളുണ്ട്. ഇരുണ്ട ദ്രവ്യം പ്രകാശവുമായി ബന്ധമൊന്നുമില്ല എങ്കിലും ഇതിൻ്റെ ഗുരുത്വാകർഷണ ശക്തി വിദൂര നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ പോലും വളയ്ക്കുന്നു. ഇരുണ്ട ദ്രവ്യത്തിൻ്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഇന്നുള്ളതിനാൽ ശാസ്ത്രം ഇരുണ്ട ദ്രവ്യം എന്താണെന്നും പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥാനം എന്നും കണ്ടെത്താൻ തീവ്രമായി പരിശ്രമിക്കുന്നുണ്ട്. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം ഉത്ഭവിച്ചത് ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിലൂടെയായിരുന്നു. അതിനു മുൻപ് ഒന്നുമില്ലായിരുന്നു. ബിഗ് ബാങ്ങിന് ശേഷമാണ് ലോകവും സമയവും കാലവും വരെ ഉണ്ടാവുന്നത്. മഹാവിസ്ഫോടനത്തിന് ശേഷം വികസിക്കുന്ന പ്രപഞ്ചത്തെ ഗുരുത്വാകർഷണം ആ വികാസത്തെ മന്ദഗതിയിലാക്കാൻ തുടങ്ങി. എന്നാൽ പ്രപഞ്ചം ആരംഭിച്ച് 9 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ ഡാർക്ക് എനർജി എന്ന പേരിട്ടിരിക്കുന്ന ഒരു അജ്ഞാത ശക്തി പ്രപഞ്ചത്തിൻ്റെ വികാസം വേഗത്തിലാക്കാൻ തുടങ്ങി. അത് എന്താണെന്നറിയില്ലെങ്കിലും പ്രപഞ്ചത്തിൻ്റെ 68% മുതൽ 70% വരെ അതുതന്നെയാണ്. 1990കളുടെ അവസാന കാലത്താണ് ഇരുണ്ട ഊർജം അല്ലെങ്കിൽ ഡാർക്ക് എനർജി കണ്ടെത്തുന്നത്. ചില ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇരുണ്ട ഊർജം എന്നത് ഒരുതരം ഊർജ്ജദ്രാവകമോ മണ്ഡലമോ ആകാമെന്നാണ്.
അത് ശൂന്യതയിൽ നിറഞ്ഞിരിക്കുകയും സാധാരണ ദ്രവ്യത്തിന് വിപരീതമായി പെരുമാറുകയും സമയത്തിലും സ്ഥലത്തിലും അതിൻ്റെ അളവിലും വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. ചില ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇരുണ്ട ഊർജവും ഇരുണ്ട ദ്രവ്യവും പരസ്പരം സംയോജിച്ച് സ്ഥിതി ചെയ്യുന്നതാകാമെന്നാണ്. എന്നിരുന്നാലും നിലവിൽ ഇവ രണ്ടും പരസ്പരം വേറിട്ടതായി കണക്കാക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ് ഇരുണ്ട ഊർജവും ഇരുണ്ട ദ്രവ്യവും. പതിറ്റാണ്ടുകളായി വികസിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ഗവേഷകർ പലതരം സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഏറ്റവും നിഗൂഢമായ പ്രപഞ്ചവസ്തുക്കളിലൊന്നാണ് തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ. ഇതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. വളരെ ചെറിയ ഇടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ വലിയ സാന്ദ്രതകളാണ് ബ്ലാക്ക് ഹോൾ. ഒരു തമോഗർത്തം വളരെ സാന്ദ്രമായതിനാൽ അതിൻ്റെ ഉപരിതലത്തിന് തൊട്ടു താഴെയുള്ള അസാമാന്യ ഗുരുത്വാകർഷണം പ്രകാശത്തിനു പോലും രക്ഷപ്പെടാൻ സാധിക്കാത്തത്ര ശക്തമാണ്. തമോഗർത്തങ്ങൾ പ്രകാശം പുറപ്പെടുവിക്കുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുന്നില്ല. കാരണം പ്രകാശത്തെ വരെ അതിൻ്റെ മാരക ഗുരുത്വാകർഷണത്താൽ വലിച്ചെടുക്കുന്നു. അതിനാൽ ദൂരദർശിനികൾക്കും മറ്റും അവ അദൃശ്യമാണ്. ഇവൻ്റ് ചക്രവാളം എന്നറിയപ്പെടുന്ന ഇതിൻ്റെ അതിർത്തി കടന്നാൽ ഒന്നിനും രക്ഷപ്പെടാനാവില്ല. നക്ഷത്രങ്ങളെ വരെ ഒന്നോടെ എടുത്തു വിഴുങ്ങുന്ന ബ്ലാക്ക് ഹോൾസ് എന്ന തമോഗർത്തങ്ങൾ മനുഷ്യൻ അന്നോളം കൊരുത്തെടുത്ത ശാസ്ത്രീയ നിഗമനങ്ങളെല്ലാം അവിടെ ചെല്ലുന്നതോടെ നിഷ്ഫലമാവുന്നു. വെളിച്ചത്തിന് പോലും കടന്നു വരാൻ പറ്റാത്ത മഹാരന്ധ്രങ്ങൾ. 1 ഗ്രാം പദാർത്ഥത്തിന് അവിടെ ഭൂമിയോളം ഭാരം. ഒരു സൗരയൂഥത്തെയോ ഗാലക്സിയെയോ ആകെ ഒന്നായി ഞെരിച്ചു തകർത്ത് എടുത്തു വിഴുങ്ങുന്ന വിഭാവനാതീതമായ ഗുരുത്വാകർഷണ ശക്തി. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ദുർഗമമായ ആ തമോഗർത്തത്തിലൂടെ ഒന്ന് ഊളിയിട്ട് കിടക്കാനാകുമെങ്കിൽ ചെന്നെത്തുന്നതോ മറ്റൊരു പ്രപഞ്ചത്തിലും. നമ്മുടെ തലയ്ക്കു മുകളിൽ രാത്രിയിൽ മിന്നിമറയുന്ന നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഒരു ചോദ്യമുണരും. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ എവിടെയാണ് എൻ്റെ സ്ഥാനം? പ്രപഞ്ചം എന്നത് അതിൻ്റെ വലിപ്പത്തിലും പഴക്കത്തിലും നിഗൂഢതകളിലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഭീമാകാരമായ ഒന്നാണ്. നമ്മുടെ ഗ്രഹം സൗരയൂഥത്തിലെ ഒരു ചെറു കണിക മാത്രമാണ്. സൗരയൂഥമാകട്ടെ ക്ഷീരപഥം എന്ന നമ്മുടെ ഗാലക്സിയിലെ 200 ബില്യണിലധികം നക്ഷത്രങ്ങളിൽ ഒന്നിനെ വലം വയ്ക്കുന്ന ഒരു സംവിധാനം മാത്രം. ക്ഷീരപഥം തന്നെ ലക്ഷക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതിൽ ഒന്നാണ്. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി നിരീക്ഷിച്ച പ്രകാരം ദൃശ്യപ്രപഞ്ചത്തിൽ ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. ഈ ഭീമാകാരമായ സംഖ്യകൾക്ക് മുന്നിൽ നമ്മുടെ ഭൂമി ഒരു ചെറിയ പൊടിപടലം പോലുമല്ല. ശാസ്ത്രത്തിന് പല അജ്ഞാത ശക്തികളെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല. പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗവും എന്താണെന്ന് പോലും അറിയാത്തവനാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകൾക്ക് മുമ്പിൽ തൻ്റെ അറിവിൻ്റെ പരിമിതികളെ അംഗീകരിക്കുവാൻ അവൻ നിർബന്ധിതനാകുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ വിനയമുള്ളവനാക്കുകയാണ് ചെയ്യേണ്ടത്. നാം ജീവിക്കുന്ന ഈ നീലഗ്രഹം അനന്തതയുടെ മധ്യത്തിൽ നിലകൊള്ളുന്നു. നാം ഒറ്റപ്പെട്ടവരാകാം, എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ഈ അവിശ്വസനീയമായ സൃഷ്ടിയിൽ ബോധമുള്ളവരായി ഈ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ എന്നതൊരു സൗഭാഗ്യമാണ്. പ്രപഞ്ചം എത്ര വലുതാണോ, മനുഷ്യൻ എത്ര നിസ്സാരനാണോ, അത്രത്തോളം ഈ നിമിഷത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. നാം പ്രപഞ്ചത്തിന് ഒന്നുമല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എല്ലാമാണ്. ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന അറിവുകൾ നാം അറിയുന്നു. അതെ, കവി പാടിയതുപോലെ, അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം.